ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലേക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നിൻ്റെ സുവിശേഷ ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 13 മുതൽ 21 വരെയുള്ള വചന ഭാഗങ്ങളിൽ ഈശോ സ്നാപക യോഹന്നാൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ശ്രോതാക്കളുമായി നടന്നു നീങ്ങുകയാണ്. തൻ്റെ തിരുവധരങ്ങൾ തുറന്ന് സംസാരിക്കുന്ന അവിടത്തേക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നുന്നു. ഈ അനുകമ്പ എന്നുള്ള സുവിശേഷ വാക്യമാണ്, വചനമാണ് നമ്മളെ കൂടുതൽ സ്പർശിക്കുന്നത്. അനുകമ്പ. ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചതാണ്. പറ്റാവുന്നിടത്തോളം, സാധിക്കാവുന്നിടത്തോളം എല്ലാവരെയും പരിഗണിക്കുക. പരിഗണനയേക്കാൾ സൗന്ദര്യവും അനുഗ്രഹവുമായിട്ടുള്ള മറ്റൊരു സംഭവം ഈ ലോകത്തിലില്ല എന്നുള്ളതാണ്. ഈശോ എല്ലാവരെയും പരിഗണിക്കുകയായിരുന്നു, ആരെയും ഒഴിവാക്കാതെ. അപ്പോൾ പരിഗണനയാണ് എനിക്ക് ഒരുവളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. അപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ തളർന്ന് വിവശരാകാതിരിക്കാൻ വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന, മീൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഈശോ. ഇതുപോലെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ലാതെ, സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടിയല്ലാതെ, സ്വയം ത്യാഗമായിട്ട് മറ്റുള്ളവർക്കായി വിട്ടൊഴിഞ്ഞു കൊടുക്കുന്ന, വച്ചു കൊടുക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ ഏത് സാഹചര്യമായാലും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മെ പിടിച്ചുലച്ച ആ വയനാടിൻ്റെ ചൂരൽമലയിലെ ആ സംഭവങ്ങളൊക്കെ അനേകം രക്ഷാപ്രവർത്തകർ തലയും മെയ്യും കയ്യും ഒക്കെ മറന്നുകൊണ്ടാണ് അവർ പ്രവർത്തന നിരതനാവുന്നത്. ഒരാശ്വാസമാണ്. അവരിൽ നിന്ന് തിരിച്ചെന്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല, മറിച്ച് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വയം ത്യാഗത്തിലേക്കാണ് കർത്താവിൽ നമ്മെ ക്ഷണിക്കുക. അനുകമ്പ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ പെരുമാറുവിനെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ചു തരിക. സമാധാനത്തിൻ്റെ വക്താക്കൾ, അനുകമ്പ ഊർന്നവരായി മാറണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണം. ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.